ഇന്ത്യയിലെ തന്നെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IIT, എയിംസ്, ജിപ്മർ, IISc തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം നേടിയെടുക്കാൻ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കുമൊപ്പം പാല ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ഒരുക്കുന്ന പ്രോഗ്രാമാണ് 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് IIT എയിംസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ് നടത്തുന്നത്. നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഈ വരുന്ന സെപ്റ്റംബർ 29 ഓഫ്ലൈനായിട്ട് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഡേറ്റൊക്കെ അറിഞ്ഞ് മിക്കവരും തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ സിലബസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങിയ സബ്ജക്ട്സാണ് അതിൻ്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓൾറെഡി നമ്മൾ ഫിസിക്സിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും സിലബസ് കണ്ടു കഴിഞ്ഞു. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കെമിസ്ട്രിയുടെ സിലബസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് ലക്ഷ്മി, ഞാൻ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കെമിസ്ട്രിയുടെ സിലബസ് എങ്ങനെയാണ്, എക്സാമിന് വേണ്ടി എങ്ങനെ നമുക്ക് കെമിസ്ട്രി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കെമിസ്ട്രിയിലെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. സോ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിൽ നമുക്ക് ആറ്റം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓഫ് ആറ്റം, പിന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് 20 വരെയെങ്കിലും അറ്റോമിക് നമ്പേഴ്സ് അപ് ടു 20 വരെയുള്ള എലമെൻറ്റ്സ് എങ്കിലും നിങ്ങൾ ഫെമിലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ദെൻ അറ്റോമിക് മാസ്, ദെൻ മോളിക്കുലാർ മാസ് ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്ലി മോൾ കൺസെപ്റ്റ്, അതിൻ്റെ കോൺസെൻട്രേഷൻ ടേംസ് ലൈക്ക് മൊളാലിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് മോൾ കൺസെപ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയാണ് നമുക്ക് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിൽ നിന്ന് മെയിനായിട്ടും കവർ ചെയ്യേണ്ട ഏരിയാസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക്കാണ് കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചേഴ്സ്. സോ വി നോ മാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസിലാണ് നമ്മുടെ കോമ്പൗണ്ട്സ് ആൻഡ് എലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ കോമ്പൗണ്ട്സ് എങ്ങനെയാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് നമുക്കറിയാം. ആൻഡ് കോമ്പൗണ്ട്സിൻ്റെ കെമിക്കൽ ഫോമുല ഫ്രം ഇറ്റ്സ് റാഡിക്കൽസ് അല്ലെ ആനിയോണ്, കാറ്റയോണൊക്കെ ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞ് അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമുല എഴുതാനായിട്ട് നമ്മൾ ഫെമിലിയർ ആയിട്ടിരിക്കുക. ദെൻ മിക്സ്ചേഴ്സിൽ ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഉണ്ട്, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും ഉണ്ട്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സാണ് നമ്മുടെ ട്രൂ സൊല്യൂഷൻസ് വരുന്നത്. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കൊളോയിഡ്സ് ഒക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടെ വളരെ കറക്റ്റായിട്ട് കൊളോയിഡ്സിനെ കുറിച്ച് കൂടി ഒന്ന് നന്നായിട്ട് പഠിക്കുക എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. സോ വി നോ അബൌട്ട് ദ ജനറൽ ഫീച്ചേഴ്സ്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ നമുക്കറിയാം, ഇൻക്ലൂഡിങ് ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽസ് നമുക്കറിയാം. അപ്പോൾ അതിൽ തന്നെ കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. നോർമലി നമ്മുടെ മെറ്റൽസ് എക്സിബിറ്റ് ചെയ്യുന്ന ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. ബട്ട് മെർക്കുറി ഇസ് ദ ഒൺലി ലിക്വിഡ് മെറ്റൽ. അങ്ങനെ ചെറിയ ചെറിയ എക്സെപ്ഷൻസ്, അതുപോലെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് റിഗാർഡിങ് കണ്ടക്ടിവിറ്റി, ദെൻ സൊണോരിറ്റി, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ ഫോർമേഷൻ ഓഫ് അയോണിക് ആൻഡ് കോവാലൻറ്റ് ബോണ്ട്. അയണിക് ബോണ്ട് ഫോർമേഷൻ ആൻഡ് കോവാലൻറ്റ് ബോണ്ട് ഫോർമേഷൻ എങ്ങനെയാണ്, ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അയണിക് ബോണ്ട്സിൻ്റെയും കോവാലൻറ്റ് ബോണ്ട്സിൻ്റെയും ഫോർമേഷൻ. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ റിയാക്ഷൻ വിത്ത് എയർ, റിയാക്ഷൻ വിത്ത് വാട്ടർ, ഡൈലൂട്ട് ആസിഡ്സ്, അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് മെറ്റൽസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഓർ ദ റിയാക്ടിവിറ്റി സീരീസ് അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അവരുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന റിയാക്ടിവിറ്റി സീരീസ്. ആൻഡ് റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന് പൊസിഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ റിഗാർഡിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് മെറ്റൽസിനെ കുറിച്ച് പറയുമ്പോൾ ചില മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷൻ കൂടി നമുക്ക് അതിൻ്റെ കൂടെ പഠിക്കേണ്ടത്. സോ എക്സ്ട്രാക്ഷൻ ഓഫ് ഫ്യൂ മെറ്റൽസ് കൂടി ഒന്ന് ഫെമിലിയർ ആയിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ്, കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതിയൊക്കെ തന്നെ നോക്കി ഒന്ന് ഫെമിലിയർ ആയിട്ട് തന്നെ ഇരിക്കുക. പെട്ടെന്ന് ഓർമ്മ വരുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്. സോ ആസിഡ്സ്, വാട്ട് ആർ ആസിഡ്സ്, വാട്ട് ആർ ബേസസ്. ദെൻ നമ്മൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആസിഡ്സിൽ തന്നെ മിനറൽ ആസിഡ്സ് ഉണ്ട്, അതുപോലെ ഓർഗാനിക് ആസിഡ്സ് ഉണ്ട്. നൗ ബേസസിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും as like that of acids, strong acids, then weak acids. അതുപോലെ ബേസിൻ്റെ കേസിൽ സ്ട്രോങ് ബേസ്, വീക്ക് ബേസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അത് കുറച്ച് എക്സാമ്പിൾസ് കൂടി പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഒരു ജനറലായിട്ട് നമുക്ക് തരുന്ന സ്ട്രോങ് ആസിഡിൻ്റെ എക്സാമ്പിൾ, സ്ട്രോങ് ബേസിൻ്റെ എക്സാമ്പിൾ, ദെൻ വീക്ക് ആസിഡ്,
വീക്ക് ബേസിൻ്റെ എക്സാമ്പിൾ അതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ആസിഡ് തന്നു കഴിയുമ്പോൾ അത് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് അറിഞ്ഞിരിക്കുക. സോ അത് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ആസിഡ് ബേസസ് ആൻഡ് സോൾട്സിൽ വരുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ്. അല്ല, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് അറിയാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ കാണിക്കുന്ന കളർ ചേഞ്ചസ്, ഡിഫറെൻറ്റ് കളർ ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ഇൻഡിക്കേറ്റേഴ്സും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ ഏത് ഇൻഡിക്കേറ്ററാണ് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ, അങ്ങനെ ആ ഇൻഡിക്കേറ്റേഴ്സും അവർ കാണിക്കുന്ന ഒരു കളർ ചേഞ്ചും അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള pH റേഞ്ച് കൂടി ഒന്ന് കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് തന്നെ പോവുക. അപ്പോഴാണ് നമുക്ക് എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ കിട്ടുള്ളൂ. നമ്മൾ പഠിച്ച് പ്രാക്ടീസ് കൂടി ചെയ്തിട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് എക്സാമിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ നമ്മൾ പറയുന്നത് റിയാക്ഷൻസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് നമുക്കറിയാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് നമ്മുടെ ന്യൂട്രലൈസേഷൻ, അല്ലെ. ആസിഡ്സും ബേസസും റിയാക്ട് ചെയ്ത് സോൾട്ട് ആൻഡ് വാട്ടർ ഫോം ചെയ്യുന്ന ന്യൂട്രലൈസേഷൻ റിയാക്ഷനുണ്ട്. ദെൻ ഡിഫറെൻറ്റ് റിയാക്ഷൻസ് ഓഫ് ആസിഡ്സിൻ്റെ തന്നെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ്, മെറ്റൽ കാർബണേറ്റ്സ്, ദെൻ ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് വെൽ ബോധേഡ് ആയിട്ട് തന്നെ ഒന്ന് നോക്കി വെക്കുക. ദെൻ ഡൈലൂഷൻ നമുക്കറിയാം. ആസിഡ്സിനെ ഡൈലൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്യൂട്ടബിൾ ആയിട്ട് ആ ഒരു കൃത്യമായിട്ട് എങ്ങനെയാണ് ആസിഡിനെ ഡൈലൂട്ട് ചെയ്യേണ്ടത്, അപ്പോൾ ആ ഡൈലൂഷൻ കൂടി ഒന്ന് നോക്കി വെക്കുക. ദെൻ അനദർ ഇമ്പോർട്ടൻ്റ് തിങ്, നമ്മൾ ആസിഡ്സിനെയും ബേസിസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ സോൾട്ടുകളെ കുറിച്ച് നമുക്ക് ടോപ്പിക്കിൽ വരുന്നുണ്ട്. മെയിനായിട്ടും നമ്മുടെ ക്ലോർ ആൽക്കലി പ്രോസസ്സൊക്കെ പറയുന്നുണ്ട്. സോൾട്ടിൻ്റെ മാനുഫാക്ചറിൻ്റെ ക്ലോർ ആൽക്കലി പ്രോസസ്സ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സം മോർ സോൾട്ട് ലൈക്ക് വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, ദെൻ ജിപ്സം, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ ഫോമുല, അതിൻ്റെ യൂസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി, അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നമ്മുടെ ചാപ്റ്ററിൽ ആ ടോപ്പിക്കിൻ്റെ കൂടെ തന്നെ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആസിഡ് ബേസ് ആൻഡ് സോൾട്ടിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ്ലി കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്, ഒരു ടോപ്പിക്ക് കൂടിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. സോ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഒരു കെമിക്കൽ ചേഞ്ച് തന്നെയാണ്. ആ കെമിക്കൽ ചേഞ്ചിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച്, അല്ലേ. അതിൻ്റെ സിമ്പിൾസും ഫോമുലാസും യൂസ് ചെയ്ത് ആ ഒരു കെമിക്കൽ ചേഞ്ചിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻസ് എഴുതാൻ നമ്മൾ പഠിക്കണം. റൈറ്റിംഗ് എ കെമിക്കൽ ഇക്വേഷൻ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ്. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാം. ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, അല്ലേ. കോമ്പിനേഷൻ റിയാക്ഷൻ ഉണ്ട്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഉണ്ട്, ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, അങ്ങനെ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അതുപോലെ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, അല്ലെ. ഓക്സിഡൈസിങ് ഏജൻറ്റ് ആണെങ്കിൽ അത് റിഡക്ഷൻ സംഭവിക്കുന്ന ആളായിരിക്കും. ദെൻ റെഡ്യൂസിങ് ഏജൻറ്റ് ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് എന്നൊക്കെയാണ് മെയിനായിട്ടും നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യേണ്ട ഏരിയാസ്, നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മൾ പഠിക്കുന്ന കാര്യം കൂടുതൽ നമുക്ക് എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതിലാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനാണ് നമുക്ക് എക്സാമിൽ പെർഫോമൻസ് വൈസ് അത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു എഫക്റ്റീവായിട്ട് എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, എക്സാമിന് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം പോലെ തന്നെ നമ്മുടെ IIT, ദെൻ NIT, അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല അഡ്മിഷൻ കിട്ടാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. നമുക്ക് നല്ലോണം സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് മെയിനായിട്ട്. പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് നമുക്ക് കിട്ടാനുള്ള ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം. ഒപ്പം നിങ്ങളുടെ ഹാർഡ് വർക്കും അതുപോലെ നല്ല രീതിയിലുള്ള പ്രാക്ടീസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്കുണ്ടാവും. സോ വി വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സോ താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.